പരിശുദ്ധ
വിശ്വാസത്തിൽ
ശ്രേഷ്ഠമായ ദൈവത്തെ അർപ്പിച്ചു. അത് നിമിത്തം അവൻ നീതിമാനാണെന്ന് അവനെക്കുറിച്ച് സാക്ഷ്യമുണ്ടായി. ദൈവം അവന്റെ കാഴ്ചയെക്കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അവൻ മരിച്ചപ്പോൾ സംസാരിക്കുന്നു. വിശ്വാസം മൂലം പരമാസത്തിക്കപ്പെട്ടു. ദൈവത്താൽ അവനെ എടുക്കപ്പെടുകയില്ല, അപ്രതീക്ഷിതനായി തീർന്നു. എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിച്ചിരുന്നു. അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർ താൻ പ്രതിഫലം കൊടുക്കുന്നുണ്ടെന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസം മൂലമായി തന്നെ പ്രതീക്ഷകളെ കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ നോയ ഭയപ്പെടുകയും സ്വകുടുംബത്തിലെ രക്ഷയ്ക്കായി ബലപ്പെട്ടമുണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തെ കുറ്റപ്പെടുത്തുകയും വിശ്വാസനീതിയുടെ അവകാശമായി ചെയ്യുകയും ചെയ്തു. ആമേനായി പാർക്കുമോ. എന്റെ സന്തോഷങ്ങളിൽ പൂർണ്ണമായിരിക്കാൻ വേണ്ടി ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലോകസംബന്ധിയല്ലാത്തതുപോലെ അവരും ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകത്താൽ അവർ ദോഷിക്കപ്പെട്ടു. നീ ലോകത്തിൽ നിന്നും അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളുമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലോകസംബന്ധിയല്ലാത്ത പ്രകാരം അവരും ലോകസംബന്ധികളല്ല. പിതാവേ, നിന്റെ വചനം സത്യമാകൊണ്ട് നീ സ്വന്തം സത്യം മൂലം അവരെ ശുദ്ധീകരിക്കണം. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം അവരെ ലോകത്തിലേക്ക് ഞാൻ വിളിക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കേണ്ടത് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അപേക്ഷിക്കുന്നത്. അത് പിതാവേ, നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്കവണ്ണം അവർ തമ്മിൽ ഒന്നായിരിക്കാനായിട്ട് നീ എന്നിലും ഞാൻ നിന്നിലും ഇരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാണ്.
സ്നേഹിച്ച പ്രകാരം ഞാൻ അവരെ സ്നേഹിച്ചുവല്ലോ. വരുമാനമായിട്ട് ഞാൻ അവരിലും നേരിലുമായിരിക്കട്ടെ. പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ എന്നെ സ്നേഹിച്ച് നീ എനിക്ക് തന്നിട്ടുള്ള സ്വന്തം മഹിമയെ എനിക്ക് നൽകിയവർ കൂടി കാണരുത്. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ കൂടെ അവരും ഇരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിയില്ല, ഞാൻ നിന്നെ അറിയുന്നു. നീ എന്നെ അയച്ചതെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. നീ എന്നിൽ കാണിച്ച സ്നേഹം ഇവരിൽ ഇരിപ്പാനും ഞാൻ ഇവരിൽ വസിപ്പാനുമായിട്ട് നിന്റെ നാമം ഞാൻ ഇവരെ അറിയിച്ചു, ഇനിയും അറിയുകയും ചെയ്യുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. പാപികളുടെ മനസ്സാന്തരത്തിൽ സന്തോഷിക്കുന്നവരും തെറ്റുകാരായി വാഞ്ചിയോടെയിരിക്കുന്നവരും വിളിപ്പീൻ, ഞാൻ ഉത്തരം നൽകാം, മുട്ടുവീൻ, ഞാൻ തുറന്നു തരാം എന്ന് നിങ്ങൾ നീട്ടിത്തന്നു. നിങ്ങളുടെ പാപങ്ങളും ദോഷങ്ങളും ക്ഷമിക്കുകയും ചെയ്യാം ചെയ്തവരുമായി കർത്താവേ, ദൈവികമായി സ്തോത്രിക്കപ്പെടുന്നതായ സമയത്തും സകലനാളിലും ഞങ്ങളുടെ ഇഷ്ടം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും എനിക്ക് യോഗ്യമാകുന്നു. പരമോർപ്പിൽ മണിയോവും സുഖദായോ ബഹുമാനപ്പെട്ട കാര്യങ്ങളാൽ നാം എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുള്ളവരോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോട്ടാകുകയും ചെയ്യുന്നതുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഇതിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ മഹാപാപങ്ങളെയും വിശ്വാസികളായ എന്റെ സകലത്തിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയവോ നിങ്ങൾ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മനുഷ്യരുടെയും മഹത്വമുള്ള രക്ഷിത സമയങ്ങളായി സകലമാകിപ്പോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും
ഞങ്ങളുടെ തുടങ്ങിയ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും തമ്പുരാനേ അവിടുന്ന് സ്വീകരിക്കണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവഴികളെ ഞങ്ങളിൽ നിന്ന് പൂർത്തെടുത്തു മാറ്റിക്കളയണമേ. സമാധാനമുണ്ടാകുന്ന ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തെ ഞങ്ങളെവരെയും വളരാക്കിത്തരണമേ. നിനക്ക് ഇഷ്ടമുള്ളതുമയോ നിന്റെ ദൈവത്തിൽ പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തരണമേ. ഞങ്ങളെപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാകണമേ. സത്യത്തിന്റെ പ്രധാനാചാര്യനും പാപപരിഹാരവും ആത്മീയമേശയും ഗോകുൽത്തായും സമർപ്പിച്ചിരുന്നു. ഞങ്ങളുടെ മനുഷ്യവർഗത്തോട് കോപിച്ചിരുന്ന പ്രീതിപ്പെട്ട് സൗന്ദര്യം മൂലം മേലുള്ളവരുടെയും താഴ്ന്നവരുടെയും രമ്യപ്പെടുത്തിയവരുമായ രക്ഷാകരമായ ഭയങ്കര സമയത്ത് തിരുമുൻപാകെ നിലകൊള്ളുന്ന ഞങ്ങളിൽ നന്ദിയോടും ദൈവോടും കൂടി തൃക്കൺ പാർക്കണമേ. സംഭ്രമം നിറഞ്ഞതായ ഈ സമയത്ത് മാലാഖമാർ കളിക്കുന്നു, മാലാഖമാർ പരിഭ്രമിക്കുന്നു, അത്ഭുതപ്പെടുന്നു, മോഹബേന്മാർ ഹല്ലേലൂയ പാടുന്നു, റൂബേന്മാർ വാഴ്ത്തുന്നു, ശ്രോകേന്മാർ ഹാദീസ് പാടുന്നു. പരിശുദ്ധാത്മാവിൽ അദൃശ്യമായി പറന്നുവന്ന ഈ കുർബാനയിലെ അവസ്ഥിതിനെ ശുദ്ധീകരിക്കുന്നത് തങ്ങളുടെ അഗ്നിക്കെടുത്ത അശരീര സൂക്ഷ്മതകളാൽ അവർ ശ്രദ്ധിച്ചു നോക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞാൻ ചെയ്തു പോയിട്ടുള്ള വർഷങ്ങളെ നീ ശ്രദ്ധിച്ചിട്ട് നിന്റെ വകയിലെയും വിവേകികളായ ആളുകളിൽ നിന്ന് വിശുദ്ധാത്മാവിനെ നീ തടയുകയും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളതായ നിന്റെ വകയിൽ നിന്ന് എന്റെ പ്രവർത്തികളെ അശുദ്ധി മൂലം നിന്റെ കരുണകളെ നീ തടയുകയും. പിന്നെയോ കർത്താവേ, മാലാഖമാർ പോലും നോക്കുവാൻ ആഗ്രഹിക്കുന്നതായ നിന്റെ മഹാവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ എന്നെ അർഹനാക്കി തരുന്ന കൃപയാലും മഹാകരുണയാലും നിന്റെ ജനത്തിന്റെ പാപത്തെ നീ മോചിക്കുകയും നിന്റെ ഇടവകയുടെ ഭോഷണങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ. പാപത്തിനർപ്പിക്കപ്പെടുന്ന ഈ ബലിയെ അംഗീകരിച്ച് ഇതുമൂലം പാപികൾക്ക് പാപപരിഹാരം നൽകണമേ. ഇതിനാൽ കടക്കാൻ കൂടുതലാക്കണമേ. ഇതിനാൽ എല്ലാവരുടെ കൈകൊള്ളണമേ. കുറ്റക്കാരോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കോപിച്ചിരിക്കുന്നവരെ ശാന്തപ്പെടുത്തണമേ. ഭിന്നിച്ചിരിക്കുന്നവരെ സംയോജിപ്പിക്കണമേ. അനേകത്തിലിരിക്കുന്നവരെ രമ്യപ്പെടുത്തണമേ. കലഹങ്ങളെ വാങ്ങിച്ചെണയണമേ. ശിക്ഷകളെ നീക്കിക്കളയണമേ. അശുദ്ധരെ വിശദീകരിക്കണമേ. അഭോക്തമതികളെ പരിപാടിയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ആചാര്യന്മാർ ഇതിനാൽ പ്രശോഭിതരാക്കണമേ. സന്മാരെ വേണ്ടിയുള്ളവരാക്കണമേ. പൂർവ്വന്മാർ വിവേകികളാക്കി തീർക്കണമേ. നേതാക്കൾക്ക് ശക്തി നൽകണമേ. ഈ ഹിതായക്കാരെ കാത്തുകൊള്ളണമേ. ഈ വിശുദ്ധ വിളിയാൽ പള്ളികളെ സ്ഥിരപ്പെടുത്തണമേ. കന്യാമതക്കാർക്കെതിരാൽ കാത്തുകൊള്ളണമേ. വിവാഹിതരെ ഗ്രഹിക്കണമേ. ദൂരെയായിരിക്കുന്നവരെ തിരികെ വരുത്തണമേ. സമീപസ്ഥരെ മറച്ചുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നവർക്ക് പാപപരിഹാരം നൽകണമേ. വിശ്വാസികളോട് വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും വായ്പിൽ നിറഞ്ഞ
Amen.
ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവം തമ്പുരാനേ, നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ തയ്ക്കണം. ആയുഷ്കാലം മുഴുവനും നിന്നോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പരിശുദ്ധവുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം ഈ സമാധാനത്തിനെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശ്രമസമാശേഷം കരുളാട്ടാനുമായ നാം തലപിക്കണം. ഞങ്ങളുടെ ദൈവമേ, നിരുപായി ഞങ്ങൾ തലപിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മുൻപാകെ തലകുനിച്ച് വണങ്ങിക്കൊണ്ട് ഹൃദയവേദനയോടെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മനോദുഃഖിതർക്കായി ജീവൻ നൽകുന്നതിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകാന്തനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ സൃഷ്ടി ഞങ്ങളുടെ നേരെ തിരിച്ച് നിന്റെ ചെവി ചായ്ച്ച് ദരിദ്രനായ നിന്റെ ദാസരുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഈ വിശുദ്ധ രഹസ്യങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നതായ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. ഇത് ഞങ്ങൾക്ക് കഴിയുന്നത് ബോധനത്തിനും പാപപരിഹാരത്തിനും പര്യാപ്തമായി തീരുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ും
ചിലർ പറയുന്നു നീ സിംഹാസനത്തിൽ
നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണീയണമേ എന്ന് പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. Oh, so
ദൈവമായ കർത്താവേ, പരിമിതമായ കഠിന പരീക്ഷയിലേർപ്പെട്ട് എന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശനത്തിന് വേണ്ടിയും ഈ നാടും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരനും ബലഹീനനുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായി അഭിവൃദ്ധി ഉണ്ടാക്കുവാനായിട്ടും അവർ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപപടികളിൽ നിന്നും നിർദ്ദയന്മാരിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് നീ ഞങ്ങൾക്ക് സംഗീതസ്ഥാനവും സഹായമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാകണമേ. സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. ഭരണക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവും മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സമർപ്പിക്കുകയും ചെയ്യുമാകണമേ. ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്ന് പാറങ്ങൾക്ക് യോഗ്യതയുള്ളതും വിശുദ്ധയുള്ളതും ബൗദ്ധമുള്ളതും അനുഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഭാഗ്യമതിയുമായ ദൈവമാതാവായ മറിയമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോട് ക്രിസ്തുമാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ ശ്രീയന്മാരെയും ഏവെങ്കിലുസ്മാരെയും സഹോദരന്മാരെയും മോദവന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനോട് കാരണമായ മോറിയുവാനും മോന്താനെയും സിംഹാസനപരപ്രധാനിയും സഹോദരന്മാരിൽ പോലും പരിശുദ്ധ മോദവന്മായ മോർസെഫാനോസിനെയും ശ്രീയന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമാസിനെയും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളുന്ന പോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, പരിശുദ്ധന്മാരുടെ സൗഭാഗ്യമായ സമ്മേളനത്തിലേക്ക് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും അവരുടെ കൂട്ടത്തിൽ ആത്മീയമായ അനുഭവിക്കുവാൻ ഇടയാകുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്കും നിരേതരായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാകണമേ. ഓ
ശരണപ്പെടുന്നു.
മനസ്സോട് മനസ്സുമായി അറിവോട് അറിവോടാതെയും എതിരോടിൽ ഞങ്ങളോടും ചെയ്തോടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, പാപികളും ദരിദ്രരുമായ ദാസനാമ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ശക്തിയേറിയ നിന്റെ വലത് കൈ നീട്ടി പാപക്കിണികളിൽ വീണുപോകാതിരിക്കത്തക്കവണ്ണം ബലഹീനരായ ഞങ്ങളെ താങ്ങണമേ. ലജ്ജ കൂടാതെ മുൻപാകെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളെ വാങ്ങിപ്പോയവരെയും അനുസരമായി ഏൽപ്പിക്കുകയും ചെയ്യണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും അന്യവുമായ നിന്റെ നാമത്തെയും നിന്റെ പുത്രന്റെയും പരിശുദ്ധരുമായുടെയും നാമങ്ങളെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ തുതിച്ചു പുകഴ്ത്തുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ ദൈവത്തിന്റെ കരുണ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ.
ഉന്നതരാലും താഴെയുള്ളവരാലും ആത്മീയരാലും മണ്ടേരാലും നീ വന്നിടാകുന്നു. ബലഹീനരും മനുഷ്യരുമായി ദാസരാവുന്നവങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിന്റെ സകലേശുദ്ധതയിൽ നിന്നും അന്യായത്തിൽ നിന്നും ഞങ്ങളെ വെടിപ്പാക്കണമേ. നിർമ്മലമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഏകപിതാവ് നമ്മോടുകൂടെ
ഇപ്പോൾ പരിശുദ്ധ മറിയാമ്മയുടെയും പരിശുദ്ധനായ സ്വാമിയുടെയും മധ്യസ്ഥതപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുമെല്ലാം അമ്മയുടെയും പരിശുദ്ധനായ എന്തോമായുടെയും മധ്യസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക.
ജീവനുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അപേക്ഷിക്കുന്നവരായ എല്ലാവരും സർവ്വവിധ ദുഃഖങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളപ്പെടുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളും രക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരുടെ ആദരങ്ങളെ നിരസിക്കാത്തവരും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവരുമായ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നിൽ നിന്നും ജനിച്ച നിന്റെ പുത്രനോടുള്ള പ്രാർത്ഥന മുഖാന്തരം ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കറകൾ മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ വിചാരങ്ങൾ നിർമ്മലമാകണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാകണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ കഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഓടുവഴികൾ നേരെയാകണമേ. ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ മായിക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ മുറുകി ബലഹീനരായ ഞങ്ങൾ ശക്തി പ്രാപിക്കണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവാക്കൾ പരിപാലിക്കപ്പെടണമേ. ഞങ്ങളുടെ പൈതങ്ങൾ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപസ്ഥ കാത്തുകൊള്ളപ്പെടുകയും വിദൂരസ്ഥ സമാധാനത്തോടെ തിരികെയും ചെയ്യുമാറാകണമേ. ബലഹീനന്മാർക്ക് കരുണ നൽകുകയും പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടുകയും ചെയ്യണമേ. യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരം പരിപാടിയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിദ്ര പ്രാപിച്ച വിശ്വാസികളായ മരിച്ചു പോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഃഖദാനങ്ങളിൽ നിന്ന് മറന്നു പോകണമേ. കരുണയില്ലാത്ത ജാതിയിൽ നിന്ന് ഞങ്ങൾ രക്ഷമാപിക്കണമേ. സഭയും സഭയുടെ മക്കളും പൊതുവായി മറച്ചുകൊള്ളപ്പെടണമേ. പരിശുദ്ധ മാതാവേ, നിന്നിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മശിഹായുടെ ജനത്തെ സംരക്ഷിക്കണമേ. നിന്റെ വിളിപ്പിനെ അപേക്ഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ പരിശുദ്ധയുടെ മുമ്പാകെ നൽകുകയും ചെയ്യുന്ന എല്ലാവരുടെയും അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയിലായി പോലും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്റെ ശുദ്ധതയുടെ ദരിശയിലാവരെ മറയ്ക്കുകയും അവർ കുറ്റമില്ലാത്തവരായി തീരുകയും ചെയ്യണമേ. ശത്രുക്കളുടെ എല്ലാ രക്ഷിക്കണമേ. വിദ്വേഷികളുടെ നോട്ടത്തെ അവർക്ക് അകറ്റണമേ. ബലഹീനരായ ഞങ്ങളെയും സകല പട്ടക്കാരെയും ശമാശന്മാരെയും ശുശ്രൂഷകരെയും വിശുദ്ധാരാധനയ്ക്കായി ഒരുങ്ങി വന്നിരിക്കുന്ന നിന്റെ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടിരിക്കുന്നതായ എല്ലാ വിശ്വാസികളെയും കാത്തു സംരക്ഷിച്ചുകൊള്ളണമേ. നാം എല്ലാവരും 3 പ്രാവശ്യം കുരിയേലായി സോലെന്ന് ഏറ്റു ചൊല്ലേണം. Hallelujah.
ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണം.
വീണ്ടും കാരണമായ താരമായ നാം തന്നിരിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്നിൽ ആകെ ഞങ്ങൾ തന്നിരിക്കുന്നു. മഹത്വരാജാവായ മിശിഹാ, വിശ്വാസികളായ നിന്റെ ജനത്തിന്റെ പാപത്തെ നീ പരിഹരിക്കണമേ. നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ധനവാന്മാരെ ദാനശീലരാക്കി തീർക്കണമേ. അനാഥരെയും വിധവകളെയും പോറ്റി പുലർത്തുമാറാകണമേ. ദരിദ്രന്മാരിൽ നീ ജാഗരൂകനായിരിക്കണമേ. ആവശ്യക്കാരെ നീ പരിഹരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾ പേർക്കായി നിന്തിരുമുമ്പിൽ കൃപയോടിവരുടെ മാധ്യസ്ഥം നീ കൈക്കൊള്ളേണമേ. നിയമനിഷേധ പാപികളിവരിൽ ദയ ചെയ്യണമേ. നിന്നോടെ മാർഗേ ജീവിതമനം ചെയ്ത വിശുദ്ധ ധ്യാനം പ്രാർത്ഥന യത്നം നോമ്പിവ ചെയ്യുക മൂലം വിജയികളായി ശ്രേഷ്ഠത പൂണ്ട സവിതേ ശിക്ഷകൾ പോക്കി തേകുക ഭദ്രം. എന്റെ വാത്സല്യ സഹോദരരെ, പാപപരിഹാരപ്രദമായി ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിരുന്ന യാത്രാപക്ഷത്തോടും അനുഗ്രഹത്തോടും കൂടെ പരിശുദ്ധവും മഹനീയമായ കൃപയ്ക്കും കരുണയ്ക്കും നിങ്ങളെ ഞങ്ങൾ ധരവേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകും. ദൂരസ്ഥരും സമീപസ്ഥരും ജീവനോടെ നിർവഹിച്ചു പോയവരും കർത്താവിനെ പരിശുദ്ധമായ സകലസ്മയാൽ മുദ്രകുത്തപ്പെട്ടവരും ഈ കൃത്യങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളുടെ വാങ്ങിപ്പോയി നിങ്ങളുടെ ആത്മാവിനുള്ള ആശ്വാസം ലഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും പ്രാപിക്കുവാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോകും. നാൾത്തോറും